ഹാപ്പി ഈസ്റ്റർ എവ്രി വൺ. അപ്പൊ ഇന്ന് ഈസ്റ്റർ ദിവസം ഞങ്ങളുടെ കുറച്ച് ഈസ്റ്റർ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ആക്ച്വലി പെസഹ വ്യാഴം മുതൽ ഞാൻ കുറച്ച് ക്ലിപ്പുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഇന്ന് കാണിക്കാന്ന് വിചാരിച്ചു. പെസഹ വ്യാഴത്തിന് ഇത്തവണ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആദ്യമായിട്ട് ചെയ്തൊരു സംഭവം, പെസഹ വ്യാഴത്തിന് ഈ പാലൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അത് ഇത്തവണ ഞാനും ഉണ്ണിയും കൂടെയാണ് ചെയ്തത്. യൂഷ്വലി അത് അമ്മച്ചേ ചെയ്യാറ്, പക്ഷെ ഇത്തവണ അമ്മച്ചിയുടെ അമ്മ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടായിരുന്നേ. അപ്പൊ അമ്മച്ചി അതിലൊന്നും ഇടപെടാതെ ഞങ്ങളെ ഗൈഡ് ചെയ്യുമായിരുന്നു. ഞാനും ഉണ്ണിയും കൂടെ അത് അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. നല്ല വലക്കായിരുന്നു. അപ്പൊ എല്ലാ വീഡിയോസും ഞാൻ ഇതിനകത്ത് ഇടാം, പെസഹ വ്യാഴം തൊട്ടിട്ട് പിന്നെ ദുഃഖവെള്ളിയുടെയും ചെറിയ കുറച്ച് വീഡിയോസ് അതും, പിന്നെ ഇന്നത്തെ ഈസ്റ്റർ വിശേഷത്തിന്റെ പരിപാടികളും ഇട്ടേക്കാം. രാവിലെ ഇപ്പൊ ഞാൻ നല്ല അപ്പവും അമ്മച്ചിയുടെ താറാവ് പെരളൻ കറിയും ഒക്കെ കഴിച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ അതെല്ലാം ഞാൻ കുഞ്ഞു ക്ലിപ്പുകൾ എടുത്തിട്ടുണ്ട്. അപ്പൊ കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ട് വരൂ. അപ്പൊ ഇന്ന് അത്രേ ഉള്ളൂ. ബൈ. പെസഹയ്ക്ക് ഉണ്ടാക്കാൻ പോകുന്ന അപ്പത്തിൽ വെക്കാനുള്ള കുരിശാണ് ജോർജിയോടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഓശാനയ്ക്ക് കിട്ടിയ ഓല വെച്ചാണ് ആ കുട്ടി കുരിശ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഇന്ന് 2 അപ്പം ഉണ്ടാക്കുന്നുണ്ട്. ഒരു ഇൻട്രിയപ്പവും പെസഹയുടെ ഓർമ്മയ്ക്കായിട്ട്, അതിനൊരു വെള്ളയപ്പവും. അപ്പം ഇത് രണ്ടും ഞാനും ജോർജിയും കൂടെ ഉണ്ടാക്കാനുള്ള പ്ലാനാണ്. ആൻഡ് അമ്മച്ചി എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് അത് ഉണ്ടാക്കുന്നത് മാത്രമേ ഉള്ളൂ. ആൻഡ് പാലുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ജീരകവും ഏലക്കയും ചുക്കും കൂടെ പൊടിക്കുന്നുണ്ട്. പാലുണ്ടാക്കുന്നതിന്റെ റെസിപ്പി ഞാൻ കറക്റ്റ് ആയിട്ട് ഇവിടെ പറയാം കേട്ടോ. ഒന്നുകൂടെ പറഞ്ഞു കൊടുക്കട്ടെ. ഇതാണ് നമ്മൾ ഇന്ന് പാലുണ്ടാക്കാൻ വേണ്ടി പോകുന്ന സാധനങ്ങൾ: അരിപ്പൊടി, തേങ്ങാപ്പാല്, 2ാം പാല്, അരിപ്പൊടി കലക്കിയത്, ശർക്കര പാനി, കുരിശ്, പഴം, ഇത് ഇഞ്ചിയും ജീരകവും ഏലക്കയും കൂടെ പൊടിച്ചത്. ഇഞ്ചിയല്ല, ചുക്ക്. അപ്പൊ നമുക്ക് ഇതൊക്കെ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത് അമ്മച്ചിയാണ്. ഉണ്ണി ഞാനും കൂടെയാണ് നിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ വല്യമ്മച്ചി ആക്ച്വലി ഈ വർഷം വിട പറഞ്ഞായിരുന്നു. അപ്പൊ അമ്മച്ചി ഇതിലൊന്നും ഇൻവോൾവ് ആവാതെ എന്നെയും ഉണ്ണിനെയും കൂടെ കൊണ്ട് ഇത് ഇപ്രാവശ്യം ഉണ്ടാക്കിപ്പിക്കാൻ അമ്മച്ചി എല്ലാം പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആദ്യം നമ്മള് പാലായിരിക്കുവാണ് ഇതില്. അപ്പൊ നമ്മള് തേങ്ങാപ്പാല് ശർക്കര പാനിയും കൂടെ മിക്സ് ചെയ്യാണ്. മതി നമ്മൾ നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കണം എന്നാണ് എനിക്ക് പറയുന്നത്. അപ്പൊ നമുക്ക് രണ്ടുപേർക്കും മാറി നിർത്താതെ ഇളക്കാം. ഓക്കെ. പാലുണ്ടാക്കുന്നതിന്റെ ഐതിഹ്യമല്ല, പാലുണ്ടാക്കുന്നതിന്റെ കഥ, ഐതിഹ്യം തന്നെ എന്ന് തോന്നുന്നു. അത് അമ്മച്ചി നിങ്ങൾക്ക് പറഞ്ഞു തരും, അല്ലെങ്കിൽ അമ്മച്ചി രാവിലെ പറഞ്ഞു തന്നു. ഞാൻ റിപ്പീറ്റ് ചെയ്യട്ടെ. ഉണ്ണിക്കറിയോ? ശരി, ഉണ്ണിക്ക് അറിയാമെങ്കിൽ ഉണ്ണി പറ. എന്തിനാണ് നമ്മള് പാലും അപ്പം ഉണ്ടാക്കുന്നത്? ഓശാനയ്ക്ക് ഞങ്ങള്, ഇതും രഹസ്യമാണ്, നിങ്ങൾ ആരോടും പറയരുത്. ഓശാനയ്ക്ക് ഞങ്ങള് പള്ളിയിൽ പോയിട്ട് ഇങ്ങനെ ആ ഓല വെച്ചിട്ട് കുരിശുണ്ടാക്കണമായിരുന്നു. അത് ഉണ്ണിക്കും ചാച്ചനും അറിയാതെ ഞാനാണ് ആ കുരിശ് ഉണ്ടാക്കിയത്. ഞാൻ എടുത്തു വെച്ചായിരുന്നു, പക്ഷെ ഫോട്ടോ എടുക്കാൻ മറന്നുപോയി. അപ്പൊ ഇതിന്റെ കഥ ഞാൻ പറയാം. അതിൽ തെറ്റുണ്ടെങ്കിൽ അമ്മച്ചി തിരുത്തണേ. ശരി. ഈശോന്റെ കാലത്ത് ഈശോന് ഒരു ദിവസം മനസ്സിലായി, ഈശോന് 12 ശിഷ്യന്മാരുണ്ട്. എല്ലാവരും നല്ല ശിഷ്യന്മാരായിരുന്നു. അപ്പൊ ഈശോന് മനസ്സിലായി ഒരാൾ ഈശോനെ ഉറ്റിക്കൊടുക്കാൻ പോവാണ്. അപ്പൊ അന്ന് അവര് രാത്രി അത്താഴം ഉണ്ടാക്കുന്ന സമയത്ത് ഈശോ അപ്പവും വീഞ്ഞുമായിരുന്നു, പക്ഷെ പാലല്ലല്ലോ അത്, വീഞ്ഞ്. അപ്പൊ ഉണ്ടാക്കുന്ന സമയത്ത് യൂദാസ് ആണ് ഒറ്റിക്കൊടുക്കാൻ പോയ ആള്. അപ്പൊ യൂദാസിന്റെ അടുത്ത് ഇങ്ങനെ അപ്പം കൊടുക്കുമ്പോ പറയും, നീ ഇന്ന് തന്നെ ഒറ്റിക്കൊടുക്കും എന്ന് പറയും. അതുപോലെ വേറൊരു പത്രോസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ശിഷ്യനുണ്ടായിരുന്നു. അതും ഭയങ്കര ഇഷ്ടമുള്ളൊരു ശിഷ്യനായിരുന്നു. പത്രോസിനോട് പറയും, ഇന്ന് വൈകുന്നേരം 3 മണിക്ക് മുമ്പ് നീ എന്നെ 3 വട്ടം തള്ളി പറയുന്നു. അങ്ങനെ അത് രണ്ടും സത്യമായി. അപ്പോ ഈശോ ശിഷ്യന്മാർക്ക് അപ്പവും വീഞ്ഞും ഒക്കെ അന്ന് കൊടുത്തതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ പെസഹ വ്യാഴം ആഘോഷിക്കുന്നത്. കറക്റ്റ് ആണോ? ഇതൊന്ന് രാവിലെ ഞാൻ മനസ്സിലാക്കിയ സ്റ്റോറി. ഞാൻ രാവിലെ അമ്മച്ചിയെടുത്ത് ചോദിച്ചു. പിന്നെ അമ്മച്ചി ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്റ്റക്ക് ആവും. അല്ലെങ്കിൽ അമ്മച്ചി പിന്നെ ഫുൾ ടൈം അമ്മച്ചിയുടെ ഒറിജിനൽ വേർഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇനി അമ്മച്ചിയോട് പറയാതെ ഞാൻ ക്യാമറ വെച്ച് എടുക്കാൻ ശ്രമിക്കാം. പിന്നെ പെസഹയ്ക്ക് നമ്മള് അപ്പവും പാലും ഒക്കെ കപ്പിൾ ആയിട്ട് ഉണ്ടാക്കണം എന്നായിരുന്നു അമ്മച്ചി പറഞ്ഞത്. അപ്പൊ അമ്മച്ചിയും ചാച്ചനും കൂടെ യൂഷ്വലി ഇത് ഉണ്ടാക്കാറ്. ഞാൻ പറഞ്ഞല്ലോ, വല്യമ്മച്ചിയുടെ വേർപാടിന്റെ വിഷമം കാരണം നമ്മൾ ഈ വർഷം അമ്മച്ചി അതിൽ കൈകടത്തുന്നില്ല. ഞാനും ഉണ്ണിയും കൂടെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ സാധനങ്ങളെല്ലാം അമ്മച്ചി ഓൾറെഡി സെറ്റ് ചെയ്ത് തന്നു കേട്ടോ. ഉണ്ടാക്കുന്നതല്ലല്ലോ പണി, അതിന്റെ പുറകിൽ സാധനങ്ങൾ ഉണ്ടാക്കുന്നതാണല്ലോ. അപ്പൊ ശർക്കരപ്പാനിയും തേങ്ങാപ്പാലും ഒക്കെ ഓൾറെഡി എടുത്ത് അമ്മച്ചി തന്നു. ഞങ്ങൾ രണ്ടുപേരും ഇന്ന് വർക്കിംഗ് ആയിരുന്നു.
അപ്പൊ അമ്മച്ചി അതൊക്കെ ചെയ്തു തന്നു. തേങ്ങാപ്പാല് ശർക്കരപ്പാനി നമ്മളിപ്പോ ഒഴിച്ചിളക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൽ അരിപ്പൊടി കലക്കിയതും കൂടെ ഒഴിക്കണം. അരിപ്പൊടി നമ്മൾ തേങ്ങാപ്പാലിനകത്ത് കലക്കിയത്. പിന്നെ നമ്മൾ ഇത് ഒഴിക്കാൻ പോവുകയാണ്. നല്ല മണമൊക്കെ വരുന്നുണ്ട് ആ ഒരു തേങ്ങാപ്പാലിന്റെ ശർക്കര. അമ്മച്ചിനെ ഞങ്ങൾ ചിരിക്കുടുക്ക എന്നാണ് വിളിക്കുന്നത്. എപ്പോഴും ചിരിയാണ്. പക്ഷെ ക്യാമറ ഓൺ ചെയ്താൽ അമ്മച്ചി ടെൻഷനായിട്ട് പിന്നെ ഒഴിക്കട്ടെ. അതാണോ ലിറിക്സ്? അതിനെയാണ് ഇപ്പൊ ഉണ്ണി ഇങ്ങനെ പിച്ച് അല്ല ഒത്തിരി ക്യാമറ ഓൺ അല്ല. അപ്പൊ അരിഞ്ഞു വെച്ച പഴവും കൂടെ നമ്മൾ അതിലേക്ക് ഇടുവാണ്. ഇനി അതിലേക്ക് കുരിശ് ഇടാം. നമ്മള് ഓല വെച്ചുണ്ടാക്കിയ കുഞ്ഞു കുരിശ്. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇളക്കി 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 പാലാവും. അമ്മച്ചി പറഞ്ഞില്ല. നമ്മുടെ പെസഹാപ്പാലപ്പം റെഡി ആയിരിക്കുകയാണ് ഗൈസ്. അത്യാവശ്യം ആ ഒരു തിക്നെസ് ചെറിയ രീതിയിലൊക്കെ വന്നു. നല്ല മണവും ഒക്കെ വരുന്നുണ്ട്. അമ്മച്ചി നമ്മളെ അപ്പുറത്ത് നിന്ന് ഗൈഡ് ചെയ്ത് നമ്മൾ അങ്ങനെ പെസഹാപ്പാൽ റെഡി ആക്കിയിരിക്കുകയാണ്. ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ മൈ എൻറ്റയർ ലൈഫ്. കൊള്ളാലോ ഉണ്ണിയുടെ അപ്പം. ഇനി നമ്മുടെ പ്രോസസ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചാച്ചൻ ഈ അപ്പമൊക്കെ മുറിച്ച് അപ്പം പാലിൽ മുക്കി എല്ലാവർക്കും കഴിക്കാൻ കൊടുക്കും. അതൊരു ഓർഡറിലാണ് അമ്മച്ചി, ചേട്ടൻ, ചേച്ചി, ഉണ്ണി, ഞാൻ, പിന്നെ ഗ്യാബി, കുഞ്ഞു, അങ്ങനെ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്നത്തെയും പോലെയൊക്കെ തന്നെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അമ്മച്ചിയുടെ ആ പ്രോപ്പർ ഗൈഡൻസ് കൊണ്ട് നമുക്ക് വിജയകരമായിട്ട് പാലൊക്കെ ഉണ്ടാക്കാൻ പറ്റി. അത് കഴിഞ്ഞ് എല്ലാവരും കൂടെ ഇരുന്ന് അപ്പവും പാലും ഒക്കെ കഴിച്ചു, കുറെ സംസാരിച്ചു. അപ്പൊ അത്രേ ഉള്ളൂ. പെസഹ നാളെ ദുഃഖവെള്ളിയാണ്. അപ്പൊ ദുഃഖവെള്ളിക്ക് നമ്മൾ കംപ്ലീറ്റ് വെജ് ആയിരുന്നേ. അവിയലും വൻപയറും ഇഞ്ചിക്കറിയും അങ്ങനെയൊക്കെ ചെയ്ത് ദുഃഖവെള്ളി അന്ന് വൈകുന്നേരം പള്ളിയിൽ പോയി ജോർജ് നല്ല രീതിക്ക് പ്രാർത്ഥിച്ചു. അവിടുന്ന് കുറച്ച് പൊരിയൊക്കെ കിട്ടി. ചാച്ചന് വരാൻ പറ്റിയിരുന്നില്ല, അപ്പൊ ഞാൻ ചാച്ചനെ കൊണ്ടുവന്ന് കൊടുത്തു. ഈസ്റ്റർ ഡേ എത്തി. അപ്പൊ അമ്മച്ചി നല്ല സുന്ദരിയായി സാരിയൊക്കെ കൊടുത്ത് റെഡി ആയിട്ട് ഞങ്ങൾ രാവിലെ നേരത്തെ തന്നെ പള്ളിയിലോട്ട് വന്നു. എല്ലാവരും ഈസ്റ്റർ വിഷ് ചെയ്തു. ഗായ്സ്, ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ഈസ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പവും താറാവ് പെരളൻ എന്ന് വിളിക്കുന്ന ഒരു കറി. ഇവിടെ വന്നിട്ടാണ് ഈ പെരളൻ എന്നുള്ള വാക്ക് കേൾക്കുന്നത്. അപ്പൊ നമ്മൾ അതിലോട്ട് ഇപ്പൊ തേങ്ങാപ്പാൽ ഒഴിക്കുവാണ്. ഞാനും അമ്മച്ചിയും ട്വിന്നിങ് ആണ്. അപ്പം എൻ്റെ ഒരു ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. എല്ലായിടത്തും അപ്പം എനിക്ക് അത്ര ഇഷ്ടമല്ല, പക്ഷെ അമ്മച്ചിയുടെ അപ്പം ഭയങ്കര അടിപൊളിയാണ്. പിന്നെ ഇവിടെ ഏതെങ്കിലും വിശേഷ ദിവസം ഉണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും അപ്പമായിരിക്കും. എന്റെ മാവ് നോക്കും, നമ്മൾ ഇന്നലെ അരച്ചിട്ടതാ. നല്ല അടിപൊളിയായിട്ട് അപ്പത്തിന്റെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. അമ്മച്ചി നല്ല അടിപൊളിയായിട്ട് അപ്പം ഉണ്ടാക്കും. ഞാൻ പാലക്കാട് സത്യം പറഞ്ഞാൽ അപ്പം അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അമ്മ ഉണ്ടാക്കുന്ന അപ്പം ഞങ്ങൾക്ക് എപ്പോഴും എന്തുകൊണ്ടും അപ്പം അത്ര ശരിയായി വരാറില്ല. പക്ഷെ ഇവിടുത്തെ അപ്പം നോക്കൂ, സൂപ്പർ അപ്പാണ്. അപ്പൊ ഇതാണ് നമ്മുടെ പെരലൻ കറിയുടെ ഫൈനൽ ലുക്ക്. നമ്മളെല്ലാവരും കൂടെ രാവിലെ ഒരുമിച്ചിരുന്ന് അപ്പവും പെരലനും ഒക്കെ കഴിച്ചു. അങ്ങനെ ഒരു ഹാപ്പി ആയിട്ട് ഈസ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്റെ അതിന്റെ ഇടയിലുള്ളതാ. ഞങ്ങൾ ആരെങ്കിലും ഓവറായിട്ട് സംസാരിക്കുന്ന ലോക്ക് ചെയ്തിട്ട് കീ എടുത്തോണ്ടു. പിന്നെ ആ കീ തിരിച്ചു വെച്ച് തുറന്നെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. ബീഫ് അൽത്താൻ പോവാണ്. ഫിഷ് ഫ്രൈ, ഇത് ഫിലോപ്പി ഫ്രൈ, ഇത് ചിക്കൻ ഫ്രൈ, ക്യാബേജ്. പിന്നെ നമുക്ക് ഫിഷ് ഫ്രൈ ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്. അതെനിക്കോട്ട് കഴിക്കും. ചാച്ചനെ കിച്ചൺ കിട്ടിയ പലതും ഇങ്ങനെ കഴിച്ചോണ്ടേ ഇരിക്കും. കിച്ചന് നഷ്ടം.
എനർജി ഡ്രിങ്ക് കിട്ടിയിട്ടുണ്ട് 7 നമ്മൾ യൂഷ്വലി ഇത് അലോ ചെയ്യാറില്ല, പക്ഷെ ഇന്ന് ഒരു ദിവസം ഗൈസ് ഇത്രയും എനർജി ഡ്രിങ്ക് ഇവിടെ ഉണ്ടായിട്ടാണ് എന്നെ കുടിക്കാൻ ദാഹിക്കാൻ 7 മേടിക്കാൻ കടയിലോട്ട് വിട്ടത്. ദിസ് ഇസ് വാട്ട് ജോർജി പൈസ് ഓൾവേസ് ഡു. അപ്പൊ നമ്മൾ തകൃതിയായി ലഞ്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ അച്ഛനും അമ്മയൊക്കെ ഈസ്റ്റർ വിഷ് ചെയ്യാൻ വേണ്ടി വിളിച്ചു. അവരൊരു ഫാമിലി ടൂറിന് പോയതായിരുന്നേ, തിരിച്ചെത്തിയതേ ഉള്ളായിരുന്നു. അച്ഛാ ഹാപ്പി ഈസ്റ്റർ. യാത്രയൊക്കെ സുഖമായിരുന്നോ? ഹാപ്പി ഈസ്റ്റർ അമ്മ. പിന്നെ നമ്മുടെ പിള്ളേരൊക്കെ ഈസ്റ്റർ വിഷ് ചെയ്യാൻ വേണ്ടി വിളിച്ചു. അതൊക്കെ കഴിഞ്ഞ് ലഞ്ച് കഴിക്കാനുള്ള പ്ലാൻ ഇട്ടു. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയത് ബീഫ് റോസ്റ്റ്, ക്യാബേജ് തോരൻ, കുറച്ച് മോര് കറി, ദെൻ ഫിഷ് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു, ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നു. അപ്പൊ എല്ലാം റെഡിയാണ്. അമ്മച്ചി ഈ സാധനങ്ങളൊക്കെ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ശരിക്കും വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ പ്രസന്റ് ചെയ്തേക്കുന്നതല്ല കേട്ടോ. സാധാരണ ദിവസങ്ങളിലും ഇവിടെ അമ്മച്ചി നമുക്ക് ഫുഡ് സെർവ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. പാലക്കാടൊക്കെ ആണെങ്കിൽ നമ്മൾ സ്റ്റീൽ പ്ലേറ്റ്, സ്റ്റീൽ പാത്രങ്ങൾ, ഗസ്റ്റ് വരികയാണെങ്കിൽ മാത്രം ഗ്ലാസ് ബൗൾസും സെറാമിക് പ്ലേറ്റ്സും ഒക്കെ എടുക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. എനിക്ക് തുടക്കത്തിൽ ഭയങ്കര അതിശയായിരുന്നു. പക്ഷെ അമ്മച്ചിക്ക് നല്ല അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ നല്ലതായിട്ട്. ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ ജോർജി അല്ലാതാവും. അതാണ് എന്റെ കുട്ടിയുടെ ഒരു മെയിൻ ഹൈലൈറ്റ്. അതുകൊണ്ട് ജോർജി പാസിനോട് ഷെയർ ചെയ്യാൻ ഈ ലോകത്ത് ഞാനല്ലാതെ വേറെ ഒരാളും തയ്യാറാവില്ല. എന്റെ ബാഗ് കണ്ട പിള്ളേരത് രസമുണ്ട്. ഞാൻ ഏത് ഫംഗ്ഷനും സാലഡ് ഉണ്ടാക്കുമ്പോ ഇങ്ങനെ ഒരു ബാഗ് ഉണ്ടാക്കാറുണ്ട്. ഈവനിങ് ആയപ്പോൾ നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് അച്ചുവും ജോവും വന്നായിരുന്നേ. അച്ചുവിന്റെ മമ്മിയും കൂടെ ഉണ്ടായിരുന്നു. അച്ചുവും ജോ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യുന്ന ഫ്രണ്ട്സ് ആണ്. പക്ഷെ മമ്മി വല്ലപ്പോഴേ വരാറുള്ളൂ. ആൻഡ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഈസ്റ്ററിന് ഇവർ നമ്മുടെ സ്ഥിരം ഗസ്റ്റുകളാണ്. ആൻഡ് കുറച്ചു നേരം കത്തി വെച്ച് അവരിറങ്ങി കുറച്ച് ലേറ്റ് ആയിരുന്നു. ജോ വന്നത് ഒരു അടിപൊളി ഫ്രൂട്ട് സാലഡ് കൂടി ആയിട്ടായിരുന്നു കേട്ടോ. അത് ശരിക്കും അടിപൊളിയായിരുന്നു. അപ്പം ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.